ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അരിയൊന്നും കുതിർത്തരയ്ക്കാതെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി എടുക്കുന്ന അരിപ്പൊടി. അത് പാക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തിട്ടുള്ളതോ ഏതായാലും എടുക്കാം. പിന്നെ ആ അരിപ്പൊടി അളന്നിട്ടുള്ള അതേ കപ്പ് തന്നെ 1/4 കപ്പ് മൈദ ചേർക്കാം. അതിന് ശേഷം പിന്നെ അച്ചപ്പത്തിന് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പാക മധുരമാണ് ഉണ്ടാവുക. പിന്നെ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കളറൊന്നും മാറാതെ നന്നായിട്ട് വറുത്തെടുക്കാനും പറ്റും. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം അതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടിച്ചെടുക്കുകയാണെങ്കിൽ അടിയിൽ സ്റ്റക്കാവാത്ത രീതിയിൽ സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള രീതിയിൽ അടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ അളവിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച്. കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായാൽ മതി. ഇനി അതിലേക്കൊരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ എള്ളും ചേർക്കാം. എന്നിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. അപ്പോൾ ഇനി അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലാദ്യം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് എണ്ണ ചൂടാക്കുമ്പോൾ അതിൽ വെച്ച് കൊടുത്തിട്ട് അച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. മാവ് അതൊന്ന് പെട്ടെന്ന് തന്നെ വിട്ടു വന്നോളും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇരുമ്പിൻ്റെ അച്ചൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നൊക്കെ എണ്ണയിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയിട്ട് എടുത്താൽ മതി. അപ്പോഴാണ് അച്ചപ്പം അച്ഛന് നന്നായിട്ട് വിട്ടു വരുള്ളൂ. എന്നിട്ട് ആ എണ്ണയും അച്ചും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അച്ചെടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ മാവിൽ മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ച് മുഴുവനായിട്ട് മാവിൽ മുങ്ങിപ്പോകാൻ പാടില്ല. അച്ഛൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പതയൊക്കെ ഒന്ന് ഒടുങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ ഒന്ന് അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ അച്ചപ്പം അതൊന്ന് പെട്ടെന്ന് തന്നെ വിട്ടു വന്നോളും. അതിനുശേഷം പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും അച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ചാലും അതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. എന്നിട്ട് പിന്നെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. ഒരുപാട് കളറാവാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വറുത്തെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ കളർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മാറി വരും. എടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും, പക്ഷേ ചൂടാറുന്നിടത്തോളം നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ആദ്യം മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം അച്ചതിൽ മുക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചിട്ടുള്ളത്. കൂടുതൽ അളവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ ഈ മാവിന്ന് കുറച്ച് ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ചെയ്തെടുക്കാവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ചൂടുള്ള അച്ച് മാവിൽ മുക്കിയെടുക്കുമ്പോഴും മാവ് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അത്രയും അളവ് വെച്ചിട്ട് നമുക്കൊരു 20 അച്ചപ്പാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള അച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. എന്നാൽ കഴിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പെട്ടെന്നൊരു അച്ചപ്പൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്